ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കാം. നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയ പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തി ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കും. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരമസമ്പന്നനേ, ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസ. പരമസമ്പന്നനേ, ധരണിയിലെ തീർന്നു സോമനസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതി. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിന്തലമാ വർണ്യമോ. ദൈവകരുണയിന്തനമാക കുരിശു ചുമന്നവൻ ഇനിമുകളേറി. കുരിശു ചുമന്നവൻ വിരിച്ചു കൈകാലുകൾ അതിന്മേൽ. കുരിശു ചുമന്നവൻ ഗിരിമുകൾ വിരിച്ചു കൈകാലുകളെ ശരിക്കിരും പാണികൾ തറപ്പതിനായി അതു സ്മരിക്കുവിൽ വിസ്മയം. ശരിക്കിരും പാണികൾ തറപ്പതിനായി ദൈവകരുണയിന്തനമാ ആത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിന്തനമാ ആത്മ്യം. ദേവസുതൻ പശുശാലയിൽ ദേവസുതൻ പശുശാലയിൽ അവതരിച്ചതു വെറും കഥ. ഓ ദേവസുതൻ പശുശാലയിൽ ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു ചെറുഭവനവും ലഭിച്ചതിൽ നോ. ഭുവനമൊന്നാകെ ഒരു ചെറുഭവനവും ലഭിച്ചതിൽ എന്നോ. ദൈവ കരുണയിന്തനമാ ആത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിന്തനമാ ആത്മ്യം നാവാൽ വർണ്യമോ. ദൈവകരുണയിൻ നാവാൽ വർണ്യമോ.
ദൈവ കരുണയിന്ദാനമാ. കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിന് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവമക്കൾക്കും ആദരണീയ കർത്തൃദാസന്മാർക്കും ഗാനശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഇതിന്റെ പിമ്പിൽ ഒരു ദിവസം കൊണ്ടാണ് ഇത്ര ക്രമീകരണം, അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അല്പസമയങ്ങൾ ദൈവ വചനത്തിൽ നിന്ന് അപ്പോൾ ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും ദൈവം പകരട്ടെ. വളരെ പരിചിതമായ ഒരു വാക്യമാണ് വായിച്ചത്. അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇങ്ങനൊരു യോഗ ഇവിടെ ക്രമീകൃതമാകും, ശുശ്രൂഷിക്കുമെന്നുള്ള നിലയിലല്ല യാത്ര ചെയ്തതും വന്നതും. എന്നാൽ അദ്ദേഹവുമായിട്ടുള്ള ആത്മീക ബന്ധം അനുസരിച്ച് പെട്ടെന്ന് ഇങ്ങനെ ക്രമീകരിച്ചു. എനിക്ക് ഏത് സമയത്തും ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ഞാൻ പോകും. എപ്പോ വിളിച്ചാൽ, നിങ്ങൾ ഇതിന്റെ ഇത് കഴിഞ്ഞ രാത്രി 2:30 വിളിച്ചാലും ഞാൻ വന്ന് പ്രസംഗിക്കും. ദൈവം ആയുസ് ആരോഗ്യം തന്നെ. എന്നാൽ എനിക്ക് ഉറങ്ങണം, നോക്കട്ടെ, അങ്ങനെ ഇത് കേസേ ഇല്ല. തന്നെയല്ല, എനിക്ക് പ്രസംഗിക്കാൻ ഒരാളാന്നേലും മതി, ആളൊന്നും അധികം വേണമെന്നില്ല. കാരണം നാളെ ഒരവസരം കിട്ടുമെന്ന് എങ്ങനെ അറിഞ്ഞു? ഞാന് എന്റെ ശൈലില്ല പറഞ്ഞ, ഒരിക്കലും വേറെ രാജ്യത്ത് ചെന്നപ്പം എന്നോട് പാസ്റ്റർ പറഞ്ഞു, വരാന്ന് പറഞ്ഞവല്ല എല്ലാവരും ഒന്നും വരികയല്ല. പറഞ്ഞു കുഴപ്പമില്ല, നോക്കട്ടെ. എന്റെ ഭാഷയിൽ അങ്ങ് പറയുക, നിങ്ങൾ കോർപ്പറേഷനിലൊക്കെ ജീവിക്കുന്നവരാ, അപ്പം ഭാഷയ്ക്ക് അല്പം വ്യത്യാസം നമുക്കുണ്ട്. ഞാൻ ചെന്നപ്പം 2 സഹോദരിമാരുണ്ട്, പേരിനൊരു അച്ചായനും. പെണ്ണെന്ന് പറഞ്ഞാൽ പുള്ളി അനക്കമൊന്നുമില്ല, സൈഡിൽ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഈ 2 സഹോദരിമാർ എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് 2 പേർക്കും. പക്ഷെ അവർ 2 പേര് 2 എണ്ണം ആയിരുന്നു. ഈ 3 എണ്ണത്തിന് വെച്ച് ഞാൻ 2.5 മണിക്കൂർ പ്രസംഗിച്ചു. ചിലക്ക് കണ്ടമാനം ആള് വന്നാല് ദൂതിറങ്ങുമ്പോൾ എനിക്ക് കുറച്ചാളുണ്ടെങ്കിലും കൂടുതലുണ്ടെങ്കിലും നല്ലത് കുറച്ചാളുള്ളതാണ്. കുറച്ചാകുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് നോക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം. ഉഴപ്പുന്നവരെയും പെട്ടെന്ന് പിടികിട്ടും. കണ്ടമാനം ആളായ ഇതിലെ ഉഴപ്പനെ ഏതാന്ന് പിടികിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോ വിളിച്ചാലും റെഡിയാ. മറ്റേ ശുശ്രൂഷയ്ക്ക് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ബലകനോട് ചോദിച്ചൊരു യോഗത്തിന് ഞാൻ പറഞ്ഞു ഓക്കെ റെഡിയാ, നീ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ആകുമ്പോൾ തൃശ്ശൂരാരിലും ക്രമീകരിക്കാന്നില്ല, ഞാൻ നിൽക്കും. ദൈവത്തിന് മകൻ. കാരണം ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് കണ്ടായി ശുശ്രൂഷ ഏൽപ്പിച്ചത്. നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് ആയതല്ല, അവിടെ നമ്മളെ ആക്കിയതാ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കി. ചിലക്ക് ഒരു ശുശ്രൂഷ കൊണ്ട് പിന്നെ അടുത്ത കാലത്തെങ്ങും പിന്നെങ്ങും പോകാത്തവരുണ്ട്. സ്തോത്രം. ഞാൻ അഹങ്കരിച്ച് പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. വളരെ വിനയത്തോടെ പറയുക, ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയുക. ഇവരൊക്കെ തിരക്കുള്ള ദൈവദാസന്മാരാ, നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ ഞാൻ അന്നെങ്കിൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കൺവെൻഷൻ ഉണ്ടായിരുന്നു. ബുധനും വ്യാഴവും വെള്ളി എല്ലാ യോഗങ്ങളായിരുന്നു. ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു അന്ന് ഇച്ചിരി ഏറെ സമയം എടുത്തു. എല്ലാം തീർന്നപ്പോൾ പ്രസംഗം എല്ലാം തീർന്നപ്പോൾ ഒരു 10 മണിയായി. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. കൂടെ സഹോദരന്മാരുണ്ടെന്ന്. കൺവെൻഷൻ തീരുകയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഈ ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ അവിടെ തിരുവല്ലയിലെ സഭായോഗം 6 മണിക്ക് ആദ്യത്തെ സെക്ഷന്. അപ്പൊ അതിന് 6 മണിക്ക് അവിടെ ചെന്നു. 6 മണിക്കല്ല 5:30 ഞാൻ ചെന്നു. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കിടന്നപ്പം 3 മണിയായി. എന്നാലും 5:30 ചർച്ചിലെത്തി. ദൈവകൃപയിൽ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. 8:45 വരെ ആരാധനയുണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് 9 ആയപ്പോൾ ഞാൻ കുറിയന്നൂർ IPC പോയി. അവിടെ ചെന്നപ്പോൾ അവര് നോക്കിയിരിക്കുക. 1.5 മണിക്കൂർ ദൈവകൃപയിൽ ശരണപ്പെട്ട് അവിടെ ശുശ്രൂഷിച്ചു. തിരിച്ച് വീണ്ടും തിരുവല്ലായി 2ാം സെക്ഷനിൽ വന്നു. 1:45 വരെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞാഴ്ച വൈകിട്ട് ചെങ്ങന്നൂര് കൺവെൻഷന് ദൈവകൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു 10 മണി വരെ. അത് കഴിഞ്ഞ് വീട്ടിൽ പോയില്ല. ഒരു മരണ വീട്ടിൽ പോകണമായിരുന്നു. രാത്രി 1:30 ആയപ്പോൾ അവിടെ ചെന്നു. ഞാനും കൂട്ടുസഹോദരന്മാരുണ്ട്. 10-20 പാട്ടുമൊക്കെ പാടി. വേറെ ദിവസവും ഞാൻ വായിച്ചു, പാട്ടുമൊക്കെ പാടി. തൊണ്ടയെല്ലാം അങ്ങ് അടഞ്ഞു, എന്നാലും അങ്ങ് പാട്ടുമൊക്കെ പാടി അവിടെ ഇരുന്നു. 3 മണിയായപ്പം വീട്ടിൽ വന്നു. ഒന്ന് കുളിച്ച് ഡ്രസ്സ് ചെയ്ത്
ഒന്ന് മയങ്ങി, ചെറുതായിട്ടൊന്ന് മയങ്ങി, എന്നിട്ട് ഇങ്ങോട്ട് പോകണം. അങ്ങനെ ഇന്നലെ അവിടെ ചെന്നത് ബത്തേരിയില്ല, അവിടെയും ശുശ്രൂഷിച്ചു. അവിടെയും ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്നപ്പോൾ നമ്മുടെ സിറിൽ പാസ്റ്റ്, സിറിൽ ചീരം പാസ്റ്റർ, അപ്പം അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ ഇരുന്നപ്പം പഴയ പാട്ട് അവര് നന്നായിട്ട് പാടി. അപ്പൊ എനിക്ക് സന്തോഷം. അങ്ങനെ ഞങ്ങൾ 1.5 വരെ പാട്ടും പാടി. അത് വളരെ സന്തോഷമാണ്. എന്റെ കാരണവും കൂടെ പറയാം. നമുക്കിനി നാളെ എന്താ സംഭവിക്കുന്നെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് ലഭിക്കുന്ന സമയം നന്നായിട്ട് ഉപയോഗിച്ചോണം. സ്തോത്രം, സ്തോത്രം. ആട്ടെ, ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളത് കൊണ്ട് പിന്നെ യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടെന്നേ ഉള്ളെങ്കിലും ദൈവമക്കളുടെ മുഖം, സന്തോഷമായ മുഖമൊക്കെ കാണുമ്പോൾ ക്ഷീണമല്ലാതെ മാറും. അതുകൊണ്ട് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. പാസ്റ്റർ എന്നോട് സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് നിർത്തും. തിരിച്ച് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. നാളെ 2 ശവസംസ്കാരമുണ്ട്, ഒരു യോഗമുണ്ട്, വൈകിട്ട് യോഗമുണ്ട്. അതുകൊണ്ട് അവിടെ ദൈവകൃപയിൽ ശരണപ്പെട്ടെത്തണമല്ലോ. വളരെ പരിചിതമായ ഒരു വാക്യമാണ് വായിച്ചത്. ചില കാര്യങ്ങൾ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കാം. ആ വാക്യശകലം ഒന്നുകൂടെ വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ദൈവത്തിന് മഹത്വം. 99 വയസ്സുള്ള അബ്രഹാമിനോട് ദൈവം പറയുക, അബ്രഹാമെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതിന് അബ്രഹാം ദൈവത്തെ ഇതിനു മുമ്പ് അറിഞ്ഞില്ലേ, കണ്ടില്ലേ? കണ്ടതാണല്ലോ. സ്തോത്രം. അബ്രഹാം ദൈവത്തെ കണ്ടതിനെ പറ്റി അബ്രഹാമിനെ പറ്റി നമുക്കറിയാം. ആദ്യമായിട്ട് വായിക്കുന്ന ഉൽപ്പത്തി 11:27. നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. ഞാനൊന്നോടൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ഭാഗം നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഞങ്ങൾക്ക് ഇതും അറിയാം, ഇതിന് വേറെ പോയിന്റും അറിയാം. അപ്പൊ അതെനിക്കും അറിയാം. എന്നാലും ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. 11:27. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹിന്റെ വംശപാരമ്പര്യം. അവർ തേരഹ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരാനെയും ജനിപ്പിച്ചു. അപ്പൊ അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്ന ഉൽപ്പത്തി 11:27. ഇനി അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലമാണ് 27 മുതൽ വായിച്ചേ. തേരഹ് അബ്രഹാമിനെയും നാഹോറിനെയും ഹാരോനെയും ജനിപ്പിച്ചു. അങ്ങനെ അല്പം കൂടെ ഉണ്ടല്ലോ. തേരഹിന്റെ വംശപാരമ്പര്യം. അങ്ങനെ ഒന്നുകൂടെ വായിച്ചേ. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെ നാഹോറിനെ ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽദയരുടെ ഒരു പട്ടണമായ ഊര് വെച്ച് തന്റെ അപ്പനാകുന്ന തേരഹിന് മുന്നേ മരിച്ചുപോയി. അടുത്തത് അബ്രഹാമും നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. അടുത്തത് ഇവൾ മിൽക്കയുടെയും ഇസ്ഹായുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. അടുത്തത് സാറാ മച്ചിയായിരുന്നു, സന്തതി ഉണ്ടായിരുന്നില്ല. അടുത്തത് തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായും കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരഹ് ഹാരാന് വെച്ച് മരിച്ചു. അപ്പൊ ഇത് ആ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അവിടെ നിന്നും അബ്രഹാം ദൈവത്തെ കണ്ടതായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗമല്ല, ഒറ്റ പ്രസംഗമാ. എന്തിനാ ഒത്തിരി പ്രസംഗിക്കുന്ന? ഒറ്റ പ്രസംഗം തീർത്ത് കാര്യം പറഞ്ഞിട്ട് പുള്ളി വീട്ടിൽ പോയി. നമ്മൾ കണ്ടവാനും പ്രസംഗിച്ച് അവസാനം എങ്ങും പോകാതെ കിടന്ന് കുഴയാനാ സാധ്യത. അതാർക്കും വരരുത്. ഒത്തിരി പ്രസംഗിച്ചില്ലേലും ഒറ്റ പ്രസംഗം കൊണ്ട് ഈ പ്രസംഗിച്ച് കുഴയുന്നതിൽ നല്ലത് ഒറ്റ പ്രസംഗത്തിൽ നല്ല ധൈര്യത്തോടെ അങ്ങ് ചെല്ലുന്നതാ. പണ്ട് പ്രസംഗിച്ചവരല്ലേ ഇപ്പൊ തിരുത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, അല്ലേ? പണ്ട് മരുന്നെടുക്കരുത് എന്ന് പ്രസംഗിച്ച ആൾക്കാർ പറഞ്ഞത് കുഴപ്പമില്ല, മരുന്നും ദൈവം തന്നെ ഒരുക്കുന്ന വിഷയങ്ങളാണ്. വേദപുസ്തകത്തിലുണ്ടല്ലോ വൈദ്യനായ, അന്ന് കണ്ടില്ലേ? അന്ന് ഈ പുസ്തകത്തിലുണ്ടായിരുന്നു വൈദ്യനായ
തിരുത്തുന്നുണ്ട് ഒത്തിരി പേര്. കമ്മലും മാല ഊരിയവരില്ല, ഇപ്പം ഇച്ചിരി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. സ്തോത്രം. അങ്ങനെ തീർത്ത് ഇടരുതെന്നൊന്നും പുസ്തകത്തിൽ തിരുത്തുന്നുണ്ടല്ലോ ഒത്തിരി പേര്. നിങ്ങളുടെ മുഖത്തിന് മ്ലാനതയുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആട്ടെ, രണ്ട് കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ, വേറെ ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രസംഗിച്ച് കുടയുന്നതിന് നല്ലത് ഒറ്റ പ്രസംഗം, കാര്യം തീർത്ത് പറഞ്ഞേച്ച് പുള്ളി മേളിലും പോയി. അപ്പൊ ഈ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ അബ്രഹാം തേജോമയനായ ദൈവത്തെ കണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. വായിച്ചേ, തേജോമയനായ ദൈവം തന്നെ വിളിച്ചെന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം, അറിവുള്ള വാക്യമെങ്കിലും ഉറക്കെ ഒന്ന് മൈക്കിക്കൂടെ വായിച്ചോ. ഇതാ ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവിൻ. അടുത്ത വാക്യം, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുൻപ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചതിനെ പറ്റി പറയാ, തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടതാ. എന്നാൽ ഈ 99 വയസ്സായപ്പോ പിന്നെയും ദൈവം എന്ന് പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. സർവശക്തിയുള്ള ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ വിളിയെ പറ്റി പരാമർശിക്കുമ്പോൾ നല്ല കുടുംബത്തിൽപ്പെട്ടയാളാ അബ്രഹാം. നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാ. ഒരു 3 തലമുറയൊക്കെ നമുക്ക് പുറകോട്ട് പോവാ. ഒരു 7 എന്ന് കഴിയുമ്പോ പരുവക്കേടാ. അതുകൊണ്ട് അത് അധികം വിവരിക്കാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്, ഒരാളുടെ കാര്യമല്ല. എന്നാൽ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ ബൃഹത്തായ മഹത്തായ ഒരു കുടുംബമാണ്. വേറെ പഠിതാക്കൾ പറയുന്നത് ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മഹത്തായ ബൃഹത്തായ ഒരു വലിയ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഒരുവൻ സത്യദൈവത്തെ ഭജിപ്പാൻ ഇറങ്ങിയത്. ഈ കോഴിക്കോട് നിങ്ങളുടെ കുടുംബം ശ്രേഷ്ഠമായ കുടുംബമായിരിക്കും. നീ കുടുംബത്തിന്റെ വകുപ്പ് പറഞ്ഞ് നിന്ന് നരകത്തിൽ പോകരുത്. കുടുംബമല്ല വിഷയം, നിത്യതയിലെത്തുന്ന വിഷയം. ഞാൻ പകലോ മറ്റത്തെയാ, ശങ്കരിപുരിയാ, കാളികാവാ, കുന്തമാ, കോടാലിയാന്ന് പറഞ്ഞ് നീ നരകക്കുഴി ചെന്ന് വെള്ളം കുടിക്കരുത് കുഞ്ഞമ്മേ. അവൻ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി യഥാസ്ഥാനപ്പെട്ട് നിത്യതയിലെത്തണം. സ്തോത്രം. അവൾ അബ്രഹാമിന്റെ കുടുംബം വലിയ ശ്രേഷ്ഠതയുള്ള കുടുംബമാണ്. ചെല്ലു പറയുന്നത് കേട്ടില്ല, പാസ്റ്റർ അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇറങ്ങി വരേണ്ട, നടന്നു വന്നാൽ മതി, ഒറ്റയ്ക്കൊന്നും ഇറങ്ങണ്ട, അച്ഛനോടും കൂടെ വിളിക്കണം, വാ അച്ഛാ നമുക്ക് ഒറ്റയ്ക്കൊന്നും നടക്കണം. സ്തോത്രം. അയ്യോ, പുസ്തകം പഠിപ്പിക്കുന്ന വ്യർത്ഥവും പിതൃപാരമ്പര്യം എന്ന വ്യർത്ഥമാണ്. അപ്പൊ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. പക്ഷേ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല. അപ്പൊ ഒന്ന്, കുടുംബം വലിയ കുടുംബം. 2, അബ്രഹാം പട്ടണത്തിൽ ജീവിച്ച ആളാണ്. കൽദയ പട്ടണമായ കുഗ്രാമത്തെ ഇരിക്കുകയല്ലായിരുന്നു. പിന്നെ ചില കാശ് കിട്ടിയപ്പോ പയ്യ അവിടെ നിന്ന് പമ്മ ഇങ്ങോട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ തോച്ചു നോക്ക്, നിങ്ങളുടെ കാര്യമല്ലല്ലോ പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഇച്ചിരി കാശും പുത്തനുമായപ്പോ ടൗണേറിയ, നേരത്തെ മലേറിയ അസുഖമല്ല, നേരത്തെ ഇപ്പോഴും ഇരിപ്പ് കണ്ടിട്ട് മലേറിയ എന്നാ തോന്നുന്നേ. ഒരു സന്തോഷമോ സ്തോത്രമോ ഒന്നും. നിങ്ങൾ എത്ര പേരുണ്ട് വെളിയിൽ? നിങ്ങൾ ആ കസാര നിങ്ങളോട് അകത്തോട്ട് വരുന്നു ഇല്ലേ? കസാര ഇങ്ങോട്ട് പാ, കസാര അവിടെ ഉണ്ട്, നിങ്ങൾ ഇഞ്ഞ് പോന്നാ മതി. പരമരുജട ശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പരമരുജട ശക്തരില്ല, പ്രാപ്തി തോന്നും യോഗ്യരില്ല. പാർക്കിൽ കുലശ്രേഷ്ഠരില്ല, പരിചോട്ട് ഇത് തന്നെ എനിക്കും അധികം ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്.
ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത്. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. ഇതാ ഏറ്റവും വലിയ. ഞാൻ എന്റെ ശൈലി പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ടെ അംഗീകരിച്ച പെന്തിക്കോസ് വന്നതാ നിന്റെ ഭാഗ്യം. സ്തോത്രം. ഈ ഒരു ബന്ധുക്കോസുകാരി ആയത് ഭാഗ്യമാണ്, ബന്ധുക്കോസുകാരനായത് ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്റെ കുടുംബം ഒരു വലിയ വലിയ കുടുംബമാണ്. പക്ഷെ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബം വലുതായി കണ്ടില്ല. 2, പട്ടണത്തിൽ ജീവിച്ചയാളാ. കൽദയ പട്ടണമായ ഊരിലാ ജീവിച്ചത്. പക്ഷെ ദൈവദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ പട്ടണം വിട്ടേച്ചിങ്ങി ഇറങ്ങി. ദൃഷ്ടാന്തമായിട്ട് ധാരാളം പേരുടെ കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാം പാടുന്ന പാട്ട് ഇന്നലെ ഞങ്ങൾ ആ കാര്യം പറഞ്ഞു. നാഗൾ സാഹിബ്, വി നാഗൾ, ജർമ്മനി ജനിച്ച ആളാ. അതെല്ലാം വിട്ടേച്ച ഈ ദേശത്ത് വരിക മാത്രമാണ്. ഇവിടെ വന്ന് മലയാളം പഠിച്ച് അക്ഷരമെല്ലാം തിട്ടമായി മലയാളത്തിൽ ഈടുറ്റ ഗാനം. എന്നാ നമ്മുടെ ആൾക്കാർ വേറെ രാജ്യത്ത് മലയാളം പഠിക്കുന്നുമില്ല. ജർമ്മനിയിൽ നിന്ന് സാഹിബ് ഇവിടെ വന്ന് മലയാളം പഠിച്ചു. നമ്മുടെ ആൾക്കാർ 2 വർഷമായുള്ള അങ്ങോട്ട് പോയിട്ട് മലയാളം അറിയത്തില്ല. എന്നൊരൊറ്റ ഇടിക്കണം. അയ്യോ എന്ന് വെക്ക്, നല്ല പച്ച മലയാളം. അയ്യോ. നമുക്ക് പിന്നെ വ്യവസ്ഥയൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്യാൻ. അവൾ പട്ടണത്തിൽ ആ ഉന്നതമായ സ്ഥലത്ത് മാനുഷിക നിലയിൽ ആ ജർമ്മനിയിൽ ജനിച്ച് വളർന്ന മനുഷ്യനാ. ക്രിസ്തുവിന്റെ ദർശനം കിട്ടിയപ്പോൾ ഈ ദേശത്ത് വന്നു. അങ്ങനത്തെ മിഷനറി വൈദ്യന്മാരെല്ലാരും അങ്ങനെ. ഞാനിപ്പം സ്റ്റേജായിരുന്നോട്ട് അദ്ദേഹത്തോട് എ ഡി ഖാൻ, അദ്ദേഹവും ആ സമുദായ പശ്ചാത്തലം എല്ലാം വിട്ട് ഈ മാർഗത്തിൽ വന്നതാ. RF കുക്ക്, റോബർട്ട് ഫെലിക്സ് കുക്ക്, അദ്ദേഹം ആ ദേശം വിട്ട് ഇന്ത്യയെ പറ്റി കേരളത്തെ പറ്റിയൊക്കെ നല്ല ദർശനം ഉണ്ടായി വന്നതാണ്. ഗുണ്ടർട്ട്, അയ്യോ സ്തോത്രം. ഈ നാഗള ഗുണ്ടർട്ട് പ്രഗത്ഭന്മാരില്ലേ? സ്തോത്രം സ്തോത്രം. നോയൽ സാഹിബ്, ജോർജ് ബർഗ്, മേരി ചാപ്മാൻ, നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായിട്ട് അറിയാമല്ലോ. അയ്യോ ഗാഡി, അവരൊക്കെ എന്ത് ഈ ദർശനം. അല്ല, യേശു ക്രിസ്തുവിനെ പറ്റി ദർശനം കിട്ടിയപ്പോൾ കുടുംബസേട്ടതയോ പട്ടണമോ അല്ല വിഷയം. വിട്ടാച്ചിറങ്ങി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. 1, ഒരു വലിയ കുടുംബം. 2, പട്ടണത്തിൽ ജീവിച്ച ആള്. 3, മൂന്നാമത്തത് അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ സംസ്കാര സമ്പന്നതയിൽ നിന്നായി ഇറങ്ങി തിരിച്ചത്. കാരണം മെസപ്പൊട്ടോമിയ എന്ന ലോക സംസ്കാരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലയോ. നമ്പർ 1 മെസപ്പൊട്ടോമിയൻ. അതിന്റെ ചുവട് പിടിച്ച വാക്ക് മുഴുവൻ സംസ്കാരവും ഇറങ്ങിയത്. മോഹൻജദാരോ ഹാരപ്പൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്റെ അമ്മത്തൊട്ടിൽ അവിടെ കിടക്കുന്നത്. അവൾ സംസ്കാര സമ്പന്നമായ മെസപ്പൊട്ടോമിയ അത് വിടാൻ കാര്യം യേശുവിനെ കണ്ടു, ദൈവത്തെ കണ്ടു. അപ്പൊ 1, നല്ലൊരു കുടുംബത്തിൽപ്പെട്ടയാള്. 2, പട്ടണത്തിൽ ജനിച്ചയാള്. 3, സംസ്കാര സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വീണയാളാ. 4, നല്ലൊരു ജാതി ആയിരുന്നു അബ്രഹാമിന്റെ ജാതി, കൽദയ ജാതി. ഞാൻ ജാതി പറയല്ല, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കൽദായ ജാതി. അവരെ പറ്റി വായിക്കുന്ന ഭയങ്കര ജ്ഞാനമുള്ളവരാ. അതുകൊണ്ടാണല്ലോ പിള്ളേരെ കുറിച്ച് വെച്ച് കൽദയ ജാതിയുടെ ഭാഷയും എല്ലാം കൂടെ അഭ്യസിക്കാൻ പറഞ്ഞത്. വേറെ ആരുടെ തന്നെ പറയാൻ. വിശേഷിച്ച് അന്നത്തെ കാലത്ത് ഗണിതശാസ്ത്രത്തിലൊക്കെ അഗാധ പാണ്ഡിത്യം, വാനശാസ്ത്ര നിരീക്ഷകന്മാരാ, അതിലൊക്കെ അഗാധ ജ്ഞാനമുള്ളവരാ, വിദ്യാനിപുണന്മാര് ഉള്ള ജാതിയാ കൽദയ ജാതി. നമ്മൾ 10 തന്നെ ജയിച്ചത് എങ്ങനെയാന്ന് ദൈവത്തിന് നമുക്കും അറിയാം. കോപ്പി അടിച്ച് ചൂപ്പാട് വന്ന് പിന്നെ പ്രാർത്ഥിച്ചാ പോയത്, കർത്താവേ സാറ് കാണരുത് യേശുവിന്റെ നാമത്തിൽ. അതൊന്നും നമ്മൾ വിവരിക്കണ്ട. അപ്പൊ കൽദയ ജാതിയിൽ ഉന്നതന്മാരാ കൽദയ ജാതി. അവരെ പറ്റി എഴുതിയിരിക്കുന്നത് ഇവർ ആർക്കും കൂസുന്നവരല്ല. സ്തോത്രം. അവരൊരു ദേശം ദൃഷ്ടി വെച്ചാൽ ദേശം കൈയടക്കും.
ഹബക്കൂക്കിന്റെ പ്രവചനത്തിലെ കാര്യം, ഹഗായിയുടെ പ്രവചനത്തിലെ ഹബക്കൂക്ക് പ്രവചനത്തിന്റെ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ജാതികൾ ശ്രേഷ്ഠര്, ഉന്നത കുടുംബത്തിൽപ്പെട്ടയാള്, അംഗബലമുള്ള കുടുംബത്തിൽപ്പെട്ടയാള്, പട്ടണത്തിൽ ജീവിച്ചയാള്, സംസ്കാര സമ്പന്നമായ ഇടത്ത് ജീവിച്ചയാള്, പക്ഷെ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് മുഴുവൻ ചപ്പന്നും ചവറന്നു വേണ്ടി. ഞാൻ പലരും ദൈവത്തെ കണ്ടെന്നായി പറയുന്നത്, പക്ഷെ ശരിയായിട്ടൊന്നും കണ്ടിട്ടില്ല. വെറുതെ പറയുന്നതാണ്. നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിയാമല്ലോ, പണ്ടൊരു മനുഷ്യൻ നടന്നു പോയപ്പോൾ വയലിൽ നിധി ഇരിക്കുന്നത് കണ്ടു. അന്നേരം പുള്ളിക്ക് എന്തോ സംഭവിച്ചത്? നെഞ്ചുവേദന വന്നെന്നാണോ? പിന്നെ അതൊക്കെ മേടിച്ചോട്ടെ, എന്നാലും അതിന് വേറൊരു കാര്യമുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അല്ല, മറച്ചും വെച്ചോട്ടെ, അതിന് ഞാൻ എതിരില്ല, എന്നാലും വേറൊരു പദമുണ്ട് അവിടെ. അത് വിൽക്കട്ടെ മറക്കട്ടെ, അതിനൊക്കെ ഞാൻ അനുകൂലിക്കുന്ന ആളെ, വേറൊരു പദമുണ്ട്. ഉറക്കെ പറ. സന്തോഷിച്ചു. ഇങ്ങനെ വയലിൽ കൂടെ നടന്നു പോയപ്പോ നീതിയിരിക്കുന്ന കണ്ട് നെഞ്ചുവേദന വന്നെന്നല്ല, കണ്ടപ്പോഴേ സന്തോഷം ഉണ്ടായി. സന്തോഷത്തോടെ വീട്ടിൽ വന്ന് തനിക്കുള്ളതെല്ലാം വിറ്റു. വിൽക്കാനായിട്ട് ബാർഗൈൻ ചെയ്തൊന്നുമില്ല. ഇച്ചിരി താത്ത് പിടിക്കാമോ, മേളി പിടിക്കാമോ, കുറച്ചുകൂടെ നോക്ക്. അങ്ങനെയൊക്കെ ബാർഗൈൻ ചെയ്താൽ വേറെ ആണുങ്ങൾ നിധിയായിട്ട് പോകും. എടാ, പറഞ്ഞ വിലക്ക് മേടിക്കാൻ ആളുണ്ടെന്ന്. നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്നില്ലെങ്കിൽ വേറെ ആളിനെ ദൈവം കയറ്റും. അനീഷ് കാവാലത്തെ ഏൽപ്പിച്ച കാര്യത്തിലും ഏൽപ്പിച്ച സ്ഥാനത്ത് വിശ്വസ്തത നിന്നില്ല, തമ്പുരാൻ 1000 അനീഷ് കാവാലത്തെ എഴുന്നേൽപ്പിക്കും. നിന്നെ ആക്കിയ സ്ഥാനത്ത്, എന്നെ ആക്കിയ സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ നിൽക്കണം. ദൈവത്തിന് ആളിന് മഞ്ഞൊന്നുമില്ല. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞ, കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതേ ഈ വയലിൽ നിധിയിരിക്കുന്ന അങ്ങനെ സന്തോഷിച്ച് വീട്ടിൽ വന്ന് കിട്ടിയ വിലയ്ക്ക് കൊടുത്തു. ബാർഗൈൻ ചെയ്തൊന്നുമില്ല, കിട്ടിയ വിലയ്ക്ക്. ഇത് കൊടുക്കാൻ കാരണം അത് കണ്ടത് കൊണ്ടാണ്. ആരെങ്കിലും ഒക്കെ ആയിട്ട് കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തുമില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യം വന്നാൽ കൂടിയാലോചനയൊന്നും വേണ്ട. കുഞ്ഞുഞ്ഞമ്മ, ഞാനൊന്ന് ഹൃദയം കർത്താവിന് കൊടുത്തോട്ടെ. കുഞ്ഞുഞ്ഞു പറയും, നിങ്ങൾ എന്നാ ഉദ്ദേശിച്ചോണ്ട് 2 പെൺപിള്ളേർ പ്രായമായി വരും, നിങ്ങൾ ഹൃദയം എല്ലാം കൊടുത്ത് ചേർന്ന കോഴയും ജഡരക്തങ്ങളോടൊന്നും ആലോചന ചോദിക്കരുത്. സ്തോത്രം. സ്നാനപ്പെടാൻ തീരുമാനിച്ച അന്നാനെ സ്നാനപ്പെട്ടോണം. ഭാര്യയോട് കൂടുതൽ അഭിപ്രായം ഒന്നും ചോദിക്കണ്ട. വേണം ഒരു വാക്ക് കുടുംബജീവൻ നയിക്കുന്നില്ലേ, തങ്കമ്മ ഞാൻ സ്നാനപ്പെടുക, അല്ലെ പറഞ്ഞ ചാക്കോച്ചായ ഞാൻ സ്നാനപ്പെടുക. ചില പറയാം ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങാൻ, മിക്കവാറും ഒന്നിച്ചിറങ്ങും. 2 പേരുടെ വേറെ സ്ഥലത്തായിരിക്കും ഒന്നിച്ചിറങ്ങി ചെല്ലുന്നത്. ഇത് സുപ്രധാന കാലമാണ്, ഇത് രക്ഷാദിവസമാണ്. അലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നതു നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല എന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക്ക നീ ശൂലമിയാളെ. കാലത്തികവിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിച്ചോണം. എപ്പോഴും ഒന്നും അവസരം കിട്ടുകയില്ല, എപ്പോഴും ഒന്നും അവസരം കിട്ടത്തില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട്, ഞാനതിന് സബ്ജക്റ്റ് മാറുകയല്ലെങ്കിലും വചനം പ്രകാശിക്കുന്നത് കൊണ്ട് കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. അതിനൊരു ദൃഷ്ടാന്തം, നിങ്ങൾ വചനമൊക്കെ നന്നായിട്ട് ധ്യാനിക്കുന്നവരാ, നിങ്ങൾക്കറിയാം. ഞാൻ ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഈ കർത്താവ് ഈ യെരുശലേമിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ കർത്താവ് കൂടെ പാർക്കുന്ന ഒരു വീടാ ബഥാനിയിലെ വീട്. അവിടെ 3 പേരെയായി എടുത്തു പറയുന്നത്. 1 മാർത്ത, 2 മറിയ, പിന്നെ അവരുടെ ബ്രദർ
ലാസർ കർത്താവ് വളരെ സ്നേഹിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. തനിക്ക് പ്രിയനായവൻ, അങ്ങനെ എഴുതിയേക്കുന്നത്, തനിക്ക് പ്രിയനായവൻ. ഇപ്പം വേറെ പഠിതാക്കൾ ഈ ഭാഗമൊക്കെ പഠിച്ചിട്ടുള്ളവർ, ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഈ ലാസറിന് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നെന്ന. അത് ഈ ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ജോലിയാണ്. തോൾ ചുരുളിലാണല്ലോ, അപ്പൊ അതിങ്ങനെ പകർത്തി എഴുതും. ഈ പള്ളിക്കായതുകൊണ്ട് അധികം കാശൊന്നും കിട്ടുകയില്ല, കൊടുക്കുകയില്ല. അതാ മെയിൻ വിഷയം. കൊടുത്താൽ വാങ്ങും, നമ്മളാരും അങ്ങനെ അപ്പൊ അത് ഒരു തുച്ഛമായ വരുമാനം. പക്ഷെ ഈ സഹോദരൻ നല്ലൊരു സഹോദരനായിരുന്നെന്നാ. ഈ തുച്ഛമായ വരുമാനം അത് ഈ മൂത്ത പെങ്ങളാ മാർത്ത. അവർ പറയുന്നത് മാർത്ത വിവാഹം കഴിച്ചു, വിധവയായി വീട്ടിൽ വന്ന് നിൽക്കുക. അനിയത്തി മറിയ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. ഈ ആങ്ങളയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം. ഇവരുടെ അപ്പനെ പറ്റി വേറെ പഠിതാക്കൾ പറഞ്ഞത് അല്ലേ, പണ്ട് കുഷ്ഠമായിരുന്നെന്ന. അത് ആ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്. കുഷ്ഠം മാറിയിട്ടും പേരിതുവരെ മാറ്റുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നാൽ ഇപ്പോഴും ചിലരെ വിളിക്കുന്ന തങ്കപ്പൻ സഹോദരൻ, മറ്റേത് അവറാച്ചായൻ. വ്യത്യാസം കണ്ടോ? മറ്റേത് ജോൺ സാറും മറ്റേത് ജോൺ സഹോദരനും, രണ്ടും ജോണാ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ? സ്തോത്രം. കുഷ്ഠരോഗിയായ ശീമോൻ, അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട്, പോട്ടെ, നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇവരുടെ അപ്പൻ കുഷ്ഠരോഗിയായിരുന്നു. മത്തായി 8, യേശു പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഒരു കുഷ്ഠരോഗി വന്നെന്ന. ഗുരു, നിനക്ക് മനസ്സുണ്ട് എന്നെ ഒന്ന്. അപ്പൊ എന്തായാലും ഈ അപ്പൻ കുഷ്ഠരോഗിയായിരുന്നു. യേശു കുഷ്ഠം മാറ്റി, തൊട്ടു, അന്നേരം മാറി. തൊട്ടപ്പോളെ മാറിയെന്ന്. നമ്മളായിരുന്നു ആ ശീമോനെ കൊണ്ട് എത്ര യോഗത്തിന് പോയാലും ബ്രദറിന് ഇപ്പൊ എന്തോ സംഭവിച്ചു പറഞ്ഞാട്ടെ. പിന്നെ പുള്ളി പറയാം, ഞാൻ കുഷ്ഠമായിരുന്നു, ഹല്ലേലൂയ. അവൻ പിന്നെ ലൈറ്റും വെട്ടമെല്ലാം കണ്ട് അകവാള് വെട്ടി കിടന്ന് അവനും വായി വരുന്നതല്ല. യേശു പുള്ളിയെ കൊണ്ട് എങ്ങും ഒരു യോഗത്തിന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ? ഞാൻ സാക്ഷി പറയുന്നതിന് ഇതിനൊന്നുമല്ല. നമ്മൾ നിർബന്ധിച്ചല്ല പറയിപ്പിക്കേണ്ടത്. അയ്യോ, വെള്ളം കോരാമെന്ന് സംസാരിച്ച് ആദ്യം ഒരു മനുഷ്യൻ ഒരു യഹൂദനാന്ന് കണ്ട്, പിന്നെ ഒരു നല്ല മനുഷ്യൻ, പിന്നെ പ്രവാചകൻ, പറഞ്ഞു ഉള്ളിൽ മിശിഹായ എന്ന് കണ്ടപ്പോൾ അവളോട് ആരും പറഞ്ഞില്ല. കോടം അവിടെ വെച്ച ചാന്നാര പട്ടണത്തിലോട്ട് ഓടി വെച്ചെന്ന് പറഞ്ഞ്, ഞാൻ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, എന്റെ അവസ്ഥ മുഴുവൻ വെളിപ്പെടുത്തി ഒരുവനെ ഞാൻ കണ്ടു. ഇത് നിർബന്ധിച്ചല്ല, സമ്മർദ്ദം ചെലുത്തിയല്ല. അവിടുത്തെ അനുഭവിച്ചവർക്ക് ആർക്കും അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഇനി അവരോട് സാക്ഷി പറയരുതെന്ന് പറഞ്ഞാലും പറയും, ഞാൻ ഓളി പറയുന്നില്ല, ഞാൻ വെളിയിലിറങ്ങി പറയുമെന്ന് പറയും. സ്തോത്രം. അവർക്കും ഉണ്ടാതിരിക്കാൻ ഒക്കത്തില്ല. അതെ. അപ്പം ഈ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്, ഈ ലാസറിനെ പറ്റി പറഞ്ഞ തുച്ഛമായ ഒരു വരുമാനം കിട്ടും. അത് വിധവയല്ലേ, മൂത്ത പെങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കും. പെങ്ങള് അത് വേറെ കാര്യത്തിനൊന്നും ചെലവാക്കല്ല. യേശു ശിഷ്യന്മാർ ഈ വീട്ടിൽ വരുമ്പം നാടൻ ഭാഷ ചാപ്പാടിന് നന്നായിട്ട് ബന്ധപ്പെടുന്നുമുണ്ട്. ഈ അടുക്കളയെ ശുശ്രൂഷിക്കുന്നത് വലിയ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിലും ഭയങ്കര ശുശ്രൂഷ അടുക്കളയെ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ എനിക്ക് അടുക്കളയിൽ നടങ്ങാൻ നേരെ എന്ത് ഞാൻ, അയ്യോ, അത് ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. സ്റ്റേജിൽ കയറി കസർത്തുന്ന പെണ്ണുങ്ങൾക്കും പപ്പടം കാച്ചാൻ പോലും അറിയാൻ മേല. ഇപ്പോൾ ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്ററിന് ഒരു തോരൻ വെക്കാൻ പോലും അവളിങ്ങനെ എന്റെ കൂടെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്നേ ഉള്ളു. ചിലതിന് നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. നിങ്ങൾ നോക്കിയിരിക്കും. ഞാൻ ഒരു 10:30 അങ്ങ് പോവും. അതുകൊണ്ട് മാതാക്കളോടും മാന്യ സഹോദരിമാരോടും പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ലായിരിക്കും, ഒരു സാക്ഷി പോലും പറയാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ അടുക്കളയിൽ നന്നായി ശുശ്രൂഷിച്ച് അനേക ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വെച്ചു വിളമ്പെന്ന് അത് ഏറ്റവും മഹനീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് പ്രാഗി അലച്ചും അടുക്കള കിടന്നൊന്നും ചെയ്യരുത്. അതിന് രുചിയും കുറയും, ഗുണമാകുകയല്ല. ഞാൻ എന്ത് ഇങ്ങനെ ഈ നശിച്ച വീട്ടിൽ വന്നതായി മത്തി വെട്ടി എന്ത് അങ്ങനൊന്നും ചെയ്യരുത്. സന്തോഷത്തോടെ
ഇതൊരു വലിയ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും അപാകത വന്നാൽ ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് ഒക്കത്തുമില്ല. ഇപ്പൊ അത്ര പറയുന്നുള്ളൂ. ശുശ്രൂഷ ഭംഗിയായിട്ട് നടക്കത്തില്ല.